തകർന്നടിയുന്നത് കാണാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, ഹരീഷ് ഒന്നുമില്ലല്ലേ, വീട്ടിൽ ഒതുങ്ങിയിരിക്കുക? ഇല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച 20 സെൻറ്റ് സ്ഥലം എടുത്തല്ലോ അവിടെ അപ്പുറത്തല്ലോ. അങ്ങനെ പിന്നെ പിന്നെ ചർച്ചയ്ക്ക് പോകാതിരിക്കൽ ഹരീഷിനെ സംബന്ധിച്ചോ ആരെ സംബന്ധിച്ചോ അതല്ലേ. എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ മൊത്തം വിഷയത്തിൽ 96 മാർക്ക്. എൻ്റെ വെറും 96. അങ്ങനെയാണ് ഞങ്ങൾ ഈ 300-ന്നും 500-ന്നും ഞങ്ങൾ 5000-ത്തിലേക്ക് കടന്നത് ടി വിയിൽ വന്നതിന് ശേഷം. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ അദ്ദേഹം ഒരു നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കില്ല അദ്ദേഹത്തിന് ഹെൽപ്പായിട്ട് എത്തുക. അവൻ്റെ ഭാര്യയ്ക്കും ഫാമിലിയും അവരും ഓക്കെയാണ്. അല്ലെങ്കിൽ കടം വന്നിട്ട് ആരോടും കടം മേടിക്കാൻ പോകുന്നില്ല, അതൊന്നുമില്ല. അവർ പുതിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കാസർഗോഡൊക്കെ പോകുമ്പോൾ തിരിച്ച് വണ്ടി വിളിച്ച് വരാൻ പൈസ ഉണ്ടാവില്ല. അപ്പം അവിടെ കിടന്ന് റോഡ് സൈഡിൽ എവിടെയെങ്കിലും പേപ്പറൊക്കെ വിരിച്ച് കിടന്നിറക്കി ലോറിക്ക് കൈയടിച്ച് അങ്ങനെ കയറി വരും. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം മധുരക്കണക്ക് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ഹരീഷ് കനാരൻ ആൻഡ് നിർമ്മൽ പാലാരി. രണ്ടുപേർക്കും നമസ്കാരം. ചെറിയൊരു ഇത് പറഞ്ഞു, ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ പേര് പറഞ്ഞ് എനിക്ക് ഇന്റർവ്യൂ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് എവിടെ കിടന്ന് ബഹളമായിരുന്നു, അങ്ങനെ എനിക്ക് തന്നതാ. ഓക്കെ, അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഫാനാണ്. നോട്ട് ആഫ്റ്റർ മൂവി, ബിഫോർ മൂവി. അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോംബോ എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞത്. ആ സ്കിറ്റ്, നമ്മുടെ മഴവില്ലിലെ ആ പ്രോഗ്രാം നടക്കുന്ന സമയം തൊട്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹിറ്റായിട്ട് നിന്ന രണ്ടുപേരാണ്. ആ ഒരു പ്രോഗ്രാമിലൂടെ ഏറ്റവും ഹിറ്റായത് നിങ്ങൾ രണ്ടുപേരായിരിക്കും അല്ലെ? അപ്പോ എന്തായാലും ആ ജേണി ഇപ്പൊ മൂവീസിലൂടെ കടന്ന് ഇപ്പൊ മധുരക്കണക്ക് വരെ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു ആക്ച്വലി ഈ ഒരു ജേണി തന്നെ ഞാൻ ചോദിക്കാം. ഒരുപാട് സന്തോഷം തോന്നുന്നു. കാര്യം ഈ സിനിമ ഒന്നും ഞങ്ങളങ്ങനെ സ്വപ്നം മാത്രമായിരുന്ന ആളുകളാണ് ഞങ്ങൾ. സ്റ്റേജൊരു സ്ഥിര വരുമാനമാക്കാൻ പറ്റുമോ, ഇതിലൂടെ ജീവിക്കാൻ പറ്റുമോ എന്നറിയാണ്ട് തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ ഈ നിമിഷം വരെ ഇപ്പോൾ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഇതിലൂടെ ജീവിക്കുന്നു. ഈ നാളത്തെ കാര്യം അറിയില്ല, ഇതുവരെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൗഡ്, സന്തോഷം എല്ലാം ഉണ്ട്. ഹരീഷ് ഏട്ടാ എന്ത് തോന്നുന്നു? അല്ല, കാരണം ഞാനും 10-25 വർഷത്തോളായി നമ്മൾ ഒരുമിച്ച്. പിന്നെ കാരണം 100 രൂപയ്ക്ക് പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങിയാണ്. ഒരു പൈസ വാങ്ങാതെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 100 രൂപ, 200 രൂപ, 300 രൂപ, 300-350 റുപ്യൊക്കെയാണ് ഞങ്ങൾക്ക് അന്ന് കിട്ടിക്കൊണ്ടുവന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ 350 റുപ്യ വരുമാനമുള്ള ഈ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇവരും അതേ സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി ഉണ്ടാവില്ല, എൻ്റെ വൈഫിന് അതേപോലെ ഇറക്കി കൊണ്ടുവന്നത്. അപ്പൊ അതില് നമ്മള് അന്ന് ആ പൈസക്ക് നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്. ആ 350 റുപ്യക്ക് നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്. അപ്പോഴും നമ്മളോട് പല ആൾക്കാരും പറയുന്നില്ലേ, ഇന്ത്യക്ക് കല്യാണത്തിന്റെ വിഷയത്തില് കാരണം ഇതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും, ഇതുകൊണ്ട് എങ്ങനെ ഇവിടെ പോറ്റും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം അത് നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് ഇതിലെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കാരണം വേറെ ഇതൊന്നുമില്ല, SLC തോറ്റതാണ്, വേറെ ജോലി പരിപാടി കാര്യങ്ങളൊന്നും കിട്ടൂല. ഇതാണ് ഒരു ഇതുള്ളത്. ഇത് ഒരു ചെറിയൊരു കച്ചിത്തുരുപ്പിൽ എങ്ങനെയും പിടിച്ച് കയറണം, ഇതില് തന്നെ നിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് നമ്മളിപ്പോ ഇവിടെ. അപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ നോംസ് ഒക്കെ പറയുന്ന പോലെ പഠിക്കുക, ഒരു ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ജോലി നോക്കുക എന്നതൊക്കെ നമ്മുടെ പാഷൻ, അത് വിട്ടിട്ട് നമ്മുടെ പാഷൻ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്കും ഒരു നിലയിലെത്താൻ. അല്ല, ഞങ്ങളത് വിട്ടതല്ല. വിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അന്ന് വലിയ പഠിക്കുന്ന, ഇപ്പം ഞാൻ പഠിത്തം ഒഴിവാക്കി ഇനി സിനിമ പഠിക്കാൻ വിചാരിച്ചില്ല. ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, പഠിക്കൂല, വലിയ മാർക്കൊന്നുമില്ല. എനിക്ക് എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ മൊത്തം വിഷയത്തിൽ 96 മാർക്ക്. എൻ്റെ വെറും 96 മാർക്ക്. അല്ല, ഞാൻ ചിരിക്കുന്ന കണ്ട ഞാൻ 600 വാങ്ങിയ പോലെയാ. എനിക്ക് എന്തോ ഫസ്റ്റ് 185, പിന്നെ റിപ്പീറ്റ് എഴുതിയതിനു ശേഷം ഞാൻ ഒരിക്കലും പാസ്സായി. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ പഠിത്തമൊക്കെ ഒഴിവാക്കി ഇതിൽ പോകണമെന്നല്ലേ. ഞാൻ സമയമല്ല, ഞാൻ പറഞ്ഞ ഇത്ര വർഷങ്ങൾ മുമ്പുള്ളതാണ്. ഇപ്പോഴുള്ള കാലത്ത് ഏത് കുട്ടികളാണെങ്കിലും, ഞങ്ങളാണെങ്കിലും കുട്ടികളോട് എന്തായാലും ബേസിക് വിദ്യാഭ്യാസം ഉണ്ടായതിനു ശേഷം മാത്രം എന്തും പറ്റും. ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കുട്ടികളോട്, പിന്നെ ഞങ്ങളെ മക്കളെ ആണെങ്കിലും സിനിമ മറ്റൊന്നല്ല, അത് ബേസിക് വിദ്യാഭ്യാസം അത് മസ്റ്റാണ് ഇനി അങ്ങോട്ടുള്ള ആർക്കാണെങ്കിലും. പിന്നെ ആ സമയത്ത് പിന്നെ നമുക്ക് എന്താണ് സ്കൂൾ കെട്ടിയത്, സിനിമയ്ക്ക് പോവുക അല്ലെ, അങ്ങനെ വിചാരിച്ചു പോയി. കാരണം ഇറങ്ങുന്ന സിനിമയ്ക്ക് സ്കൂൾ കെട്ടിയത് കാണുക. കാരണം അന്ന് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കളർ ഷർട്ട് ബാഗിൽ വെക്കും. ചാടിക്കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട് കണ്ടാൽ ശ്രദ്ധിക്കില്ല. അപ്പൊ കളർ ഷർട്ട് മറ്റേ എടുത്ത് ഊരിട്ട് കളർ ഷർട്ട് സിനിമയ്ക്ക് പോക്കാട്ടോ, വേറെ ഇതൊന്നുമില്ല.
അല്ല അന്ന് ചെയ്യാവുന്ന ഒരു ഞങ്ങൾ ഏറ്റവും വലിയൊരു ക്രൈം ഇതൊക്കെ തന്നെ ഉള്ളൂ. ക്ലാസ് കെട്ടാക്ക സിനിമയ്ക്ക് പോവാ, അല്ലാണ്ട് വേറെ ഞങ്ങൾ ഇപ്പോൾ 80s 90s ഒരു ടീമൊക്കെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോഴല്ലേ മൊത്തം മാറിയതൊക്കെ. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ മധുരക്കണക്കിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഈ മൂവി? ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു മധുര പ്രതികാരം കേട്ടിട്ടുണ്ട്, മധുര കണക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ മധുര പ്രതികാരം ഇതിലില്ല. ഇതിൽ അപ്പു മാഷ് എന്ന് പറഞ്ഞൊരു മാഷ്, ആ മാഷിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ അനുഭവങ്ങളും പിന്നെ മാഷ് പഠിപ്പിച്ച കുട്ടികളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന കുറെ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ, അത് ചില മാഷായ ഹരീഷേട്ടൻ 2 ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ വെറും സീറോയിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അതിൻ്റെ കൂടെ 1 ചേർത്താൽ 10ആയി, അതിൻ്റെ കൂടെ വീണ്ടും വിലയില്ലാത്ത 0 കൂടെ 100ആയി 1000ആയി. അപ്പം അതുപോലെ തന്നെ സീറോ ഉള്ളവരുണ്ടാവും, അതിൻ്റെ കൂടെ പ്ലസ് കൂടി ഒരാൾ കൂടെ ചേർന്ന് ചിലപ്പോൾ അത് വില ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണിത്. അങ്ങനെ ഒരു സംഭവത്തിലൂടെ ഈ മർമ്മപ്രധാനമായ കുറച്ച് കഥാപാത്രങ്ങളായി ഞങ്ങൾ ഇങ്ങനെ വന്നു പോവുകയാണ്. മാഷിൻ്റെ ലൈഫിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ഞങ്ങൾ ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ വരുന്ന ഒരു പരിപാടിയാണത്. നാട്ടിലൊരു സ്കൂളിലെ മാഷാകുമ്പോൾ ആ നാട്ടിലെ കുറെ ആൾക്കാരെ ഈ മാഷ് പഠിപ്പിച്ചിട്ടുണ്ടാവും. കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും ആ നാട്ടിൽ തന്നെ. കാണുമ്പോൾ മാഷ് ബഹുമാനിക്ക് നിൽക്കുന്ന, മാഷ് ബഹുമാനിക്കാൻ അല്ലാത്തവരും ഉണ്ടാവും, പഠിക്കാത്തവരും ഉണ്ടാവും. അപ്പം അതിന്ന് ഒരു തിരിഞ്ഞൊരു ക്യാരക്ടറാണ് എൻ്റെത്. ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു നെഗറ്റീവ്, നാട്ടുമ്പുറത്ത് സാധാരണ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. ഒരു 10 സെന്റ് പിന്നെ സ്ഥലത്തിന്റെ ആധാരന്റെ അത് വാങ്ങി വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്ത് വാങ്ങി വെച്ചിട്ട് പൈസ കൊടുക്കുന്നത്. എന്നാൽ ഇയാൾ ഒരിക്കലും ഈ പൈസ തിരിച്ചടക്കരുത് എന്നാണ് ഇയാൾ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാലേ ആ സ്ഥലം ഇയാൾക്ക് കിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സ്കിറ്റ് കാലം തൊട്ട് ഏറ്റവും ചർച്ചയാവാനുള്ള ഒരു റീസൺ നിങ്ങളുടെ ഒരു നാച്ചുറൽ പെർഫോമൻസ് എന്നുള്ളൊരു സംഭവമാണ്. നമുക്കൊക്കെ ഭയങ്കര കണക്ട് ആവുന്ന, നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആവുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. ഇപ്പം ഹരീഷ് കണാരൻ എന്നുള്ള ചേട്ടന്റെ പേരിന്റെ എൻഡിലുള്ളത് അതൊരു ക്യാരക്ടർ നെയിമാണ്. പക്ഷെ എങ്ങനെയാണ് ഇപ്പം ഇത്രയും നാച്ചുറൽ ആയിട്ട് നിങ്ങളിത് റിയൽ ലൈഫിലുള്ള പോലെയാണോ ചെയ്യണേ, അല്ലെങ്കിൽ എന്താണ് ഒരു ക്യാരക്ടറായി മാറുന്ന ഒരു പ്രതിഭാസം? അങ്ങനെ ഒരു ക്യാരക്ടറാകാൻ വേണ്ടി ഞങ്ങൾ ഇന്നേ വരെ തയ്യാറെടുത്തിട്ടില്ല ഒരു സംഭവം. പിന്നെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് സ്കിറ്റ്, റെക്കോർഡിങ് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലൈവ് പരിപാടിയാണ്. ചിലപ്പോൾ സ്റ്റേജ് വെച്ച് ഇമ്പ്രവൈസ് ചെയ്യലുണ്ട്. ഇപ്പം ഞങ്ങൾ ഇത്ര വർഷത്തെ കണക്ഷനുള്ളതുകൊണ്ട് എന്താ പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള സംഭവം അറിയാം. അങ്ങനെ കൊടുത്തിട്ടുള്ള സംഭവം കളിച്ചതിൽ പല ഐറ്റത്തിലെ പഴയ സാധനങ്ങൾ ഞങ്ങൾ അപ്പം വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറെ കാലം കളിച്ചൊരു നാച്ചുറലായി വരൂലേ, അങ്ങനെ വന്നതായിരിക്കും. അല്ലാണ്ട് ഞങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുത്തിട്ട് നാളെ എങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക. ഞങ്ങൾ ഇന്നേ ഒരു ഒറ്റ സ്കിറ്റ് ഇത്ര ഐറ്റങ്ങൾ ഒരു സ്കിറ്റ് ഞങ്ങൾ പേനെടുത്ത് എഴുതിയിട്ടില്ല. ഞാനിത് പറഞ്ഞു, ഇവൻ പറഞ്ഞ്, ഒന്ന് പറഞ്ഞ്, അരുദേവൻ പറഞ്ഞ്, പ്രദീപ് ഇങ്ങനെ പറഞ്ഞ്, ഹസ്രാജ് ഇങ്ങനെ, സിറാജ് നേരെ എഴുതിയിട്ടൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല. സ്ക്രിപ്റ്റ് അങ്ങനെ സ്ക്രിപ്റ്റ് തന്നില്ല. ആശയം കബീർ ഖാൻ എന്ന ആളുണ്ട്, ആശയം കണ്ടന്റ് കബീർ ഖാൻ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയും. അതിനങ്ങനെ വലുതാക്കി പറഞ്ഞ് അതാണ് ഞങ്ങൾ ഐറ്റങ്ങൾ ഇത്രയും കാലത്തെ ഐറ്റങ്ങൾ അങ്ങനെ കളിച്ചിട്ടുള്ളൂ. അയ്യോ, അത് റിയൽ ടൈം. അപ്പൊ നമ്മൾ മറന്നുപോയില്ലേ? ഇപ്പൊ ഒരു പോയിന്റിൽ പറയുന്ന ഒരു സാധനം അടുത്തരുത്. ഇനിയിപ്പം മറന്നു പോയാൽ ചിലപ്പം വിചാരിച്ചതിനെക്കാട് വേറെ നല്ല സാധനമായിരിക്കും വരിക. ഞങ്ങൾ പറഞ്ഞു ചേരുന്ന വേറെ സാധനമായിരിക്കും വരിക. അപ്പം ഞങ്ങളതിനെ പറ്റി വല്ലാണ്ട് ബോധേഡായിട്ട് അത് പറഞ്ഞത് ബൈഹാർട്ട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചു പോവാ ഇതുവരെ ചെയ്തിട്ടില്ല. സിനിമയിലാണെങ്കിൽ സ്ക്രിപ്റ്റ് ഫുൾ കാണാപ്പാടം പഠിച്ചിട്ട് ക്യാമറയിൽ വീഴുന്നൊന്നും പറയില്ല. അത് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. ഒരിക്കലും കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആർട്ടിഫിഷ്യല് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന വേർഡ്സ് ട്രെൻഡ് ആവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് വാവേട്ട, ഇപ്പൊ ചേട്ടന്റെ ആണെങ്കിലും അങ്ങനെ കുറെ ഡയലോഗ്സ് ട്രെൻഡ് ആവുന്ന, അതെങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു സാധനം പിന്നീട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ എന്താണ് വാവേട്ടാന്ന് അറിയുമ്പോൾ നമ്മുടെ മലബാറിലൊരു ശൈലിയുണ്ട്. എന്ത് ഞങ്ങൾ എമ്മാരി വെറുപ്പിക്കലാണ്, എന്ത് കോയിപ്പേന, അത് എന്തോ അതിൽ പറഞ്ഞപ്പോ എന്റെ നല്ല സമയം കൊണ്ടാണ്ട് ക്ലിക്കായതാ. അത് ഞങ്ങളൊരു സാധനം എന്ന ഒരു ആർട്ടിഫിഷ്യൽ നമ്മളെ നാട്ടിൽ പറയുന്നത് എങ്ങനെയാണോ ആ ഒരു സാധനം ഇവരും പറയുന്നതാണെങ്കിലും നമ്മൾ സ്ഥിരം ഒരു സാധനം ഉണ്ടാക്കി പറയുമ്പോൾ അല്ലേ അതിൽ കുറച്ചൊരു കള്ളത്തരം ഉണ്ടാവുക. നമ്മൾ പറയുന്ന അതേ സെയിം റിപ്പീറ്റ് ചെയ്യുന്നവര്. ഞാൻ പറഞ്ഞത് ഒരു സിങ് സൗണ്ട് സിനിമയും ഡബിങ് സിനിമയും തമ്മിലുള്ള വ്യത്യാസം. സിങ് സൗണ്ട് വരുമ്പോൾ കുറച്ചുകൂടി ലൈവ് തോന്നും. ആ പറയുന്ന സാധനം നേരെ പൊക്കിയെടുക്കുക. പിന്നെ നമ്മളൊരു
ഡബിങ് സൂട്ടിൽ വന്നിട്ട് അത് പറയുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഉണ്ടാവും. സൗണ്ട് സിനിമയാണെങ്കിലും സിറ്റ്കോം പോലുള്ള പരിപാടികളും മറ്റു സീരിയലിനെക്കാട്ട് കുറച്ചും കൂടി ലൈവാണ് കണ്ടിട്ടില്ലേ. അത് ഈ ലൈവ് പിടിക്കുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നല്ലേ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പം ഒരു സ്ക്രിപ്റ്റിൽ നമ്മളിപ്പം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നാച്ചുറലി ആക്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിലപ്പോൾ പല കൺഫ്യൂഷൻസ് വരാനൊക്കെ ചാൻസ് ഇല്ലേ? അത് ഞാൻ പറഞ്ഞില്ല, പുതിയൊരാൾ വരികയാണെങ്കിൽ ഇപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഞങ്ങൾ തന്നെ വേറൊരു ടീം പോയി കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്ലോ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ റിയാലിറ്റി ഷോയിൽ ഞാൻ മാത്രം ഒരു റിയാലിറ്റി ഷോ പേരും അപ്പൊ എന്നോട് ചോദിച്ചു ഡയറക്ടർ എന്താ നിർബന്ധ സ്ഥിരം സംഭവം വരുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടൂല, എനിക്ക് ഞങ്ങളുടെ ടീമിന്റെ കൂടെ കളിക്കുന്ന പോലെ വേറെ കിട്ടൂല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനത് മറുപടി പറയുന്നുള്ളത് എനിക്കറിയാം. ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് പറയുന്നുള്ളത് ഇവനറിയാം. അത് നമ്മള് അങ്ങനെയാണ് നമ്മളെ റിഹേഴ്സലും. കാരണം നമ്മള് ചെറിയ ത്രെഡ് വെച്ചിട്ട് നമ്മളെല്ലാരും കൂടി കളിക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് അതാണ് ഡെവലപ്പായി മാറിപ്പോയാലും ഒരു അപരാധമല്ല. പക്ഷെ തെറ്റിച്ചു എന്നുള്ള സംഭവം ഇല്ല. കട്ടായി അങ്ങനെ പറയില്ലേ എന്നും പറയില്ല. ഓനെന്തോ പറഞ്ഞു ഞാനത് പറയും. അതെന്തോ ദൈവാധീനം കൊണ്ടും ഇത്ര കൊല്ലം ഒരുമിച്ചുള്ളതുകൊണ്ടും അത് നന്നായിട്ട് അങ്ങ് പോകണം ഇതുവരെ. ഇപ്പം മധുരക്കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം ഇതുപോലെ ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ അല്ല, ഞാൻ ഇവന് ഒരു ബന്ധവുമില്ല ഈ പടത്തിൽ. കോമ്പിനേഷൻ ഇവൻ അരിഷാറിനായിട്ടാണ് കോമ്പിനേഷൻ. ഞാൻ സെന്തിലായിട്ട് ഒരൊറ്റ കോമ്പിനേഷൻ ഉണ്ട്. വേറെ പിന്നെ കൂടുതൽ അരിഷാറിനായിട്ടാണ് കോമ്പിനേഷൻ. ബന്ധമില്ല എന്ന് പറയുമ്പോൾ അരീഷേട്ടൻ പഠിപ്പിച്ച ഒരു ക്ലാസ്സിലുള്ള കുട്ടികളിലാണ് ഞങ്ങൾ. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾ വലുതായതിനു ശേഷം ബന്ധമില്ല. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവുമായിരിക്കും. പക്ഷെ വലുതായി കഴിഞ്ഞതിന് ശേഷം അരീഷേട്ടന്റെ ലൈഫിൽ ഞങ്ങൾ ഓരോരോ സന്ദർഭങ്ങളിലാണ് എത്തിപ്പെടുന്നത്. ഇപ്പം ബേസിക്കലി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ സമയത്ത് തന്നെ ഞങ്ങൾ 20-25 വർഷം മുമ്പ് ഞങ്ങൾ ചെറിയ സ്റ്റേജുകൾ ചാൻസ് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ചെറിയ പൈസക്ക് തുടങ്ങിയ കാലത്ത് അത് എങ്ങനെ നിങ്ങൾ പരിചയപ്പെട്ട ഒരു ടീം? ഹരീഷിന് ഞങ്ങൾക്കിടയിൽ കോമൺ ഫ്രണ്ട് ഉണ്ട്, ദേവരാജ്. അപ്പൊ ഹരീഷ് ദേവൻ ഒരുമിച്ച് അവരെ കളിച്ചുകൊണ്ടിരുന്ന. ദേവനും ഞാനും പരിചയപ്പെട്ട, പരീഷിനെ ഞാൻ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി വർക്കായി. പിന്നെ ഞാൻ ഒരു കളിക്കുമ്പോൾ ഒരുമിച്ച് കളിച്ചു. അപ്പൊ പിന്നെ മാട്ടാന്ന് പറയും, ചെറിയ ചെറിയ ഷോ വരാറ്. അപ്പൊ ഞാൻ എനിക്ക് എത്ര കെമിസ്ട്രി എനിക്ക് വരുമ്പോൾ ഹരീഷിനെ വിളിക്കും, പിന്നെ വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പൊ എത്രയോ ഹരീഷ് ചിലപ്പോൾ ഓണാഘോഷക്കാൻ മാവേലിയായിട്ട് ഹരീഷ് ഉണ്ടോ അതിനടുത്ത് കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഞാൻ ആൾക്കാരുടെ ഓടി വെക്കും. അങ്ങനെ എത്രയോ കാലങ്ങളോട് അങ്ങനെ പോയി. പിന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. അപ്പം നേരത്തെ ഹരീഷ് നേരത്തെ പറഞ്ഞ പോലെ എത്രയോ 300 രൂപയ്ക്ക് നമ്മൾ തലശ്ശേരിയോ കണ്ണൂരോ കാസർഗോഡൊക്കെ പോകുമ്പോൾ തിരിച്ച് വണ്ടി വിളിച്ച് വരാൻ പൈസ ഉണ്ടാവില്ല. അപ്പം അവിടെ കിടന്ന് റോഡ് സൈഡിൽ എവിടെയെങ്കിലും പേപ്പറൊക്കെ വിരിച്ച് കിടന്നിറക്കി ലോറിക്ക് കൈയടിച്ച് അങ്ങനെ കയറി വരും. അങ്ങനെ കുറെ കാലം അങ്ങനെ ജീവിച്ചിട്ടായിരുന്നു. ചിലർ ചോദിക്കും നിങ്ങളെ കൂടെ വരട്ടെ, നിങ്ങൾക്ക് എളുപ്പമല്ലേ, നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ ഈ എളുപ്പത്തിലെത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഇപ്പൊ പ്രസ് മീറ്റിലാണെങ്കിലും ബാക്കി എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം ഞാൻ ഇത്രയും ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സ്ഥാനമാണ് ചേട്ടൻ അല്ലേ. അപ്പം അതിൽ നിന്ന് ഇപ്പം സിനിമയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തേണ്ട വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് പിടിച്ചു നിന്നത്? പിടിച്ചു നിൽക്കാൻ അങ്ങനത്തെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ല, നമുക്കൊരു മാനസികമായിട്ടൊരു ഇതുണ്ടാവുമല്ലോ. കാരണം ഈ ബാക്ക് സ്റ്റോറി ഇത്രയും ഉണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് തന്നെ ഒരു സ്വന്തം ഇതിൽ കയറി വന്ന ഒരാളാണല്ലേ. അപ്പോ അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ആ സമയത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഞാന് അന്ന് രാഷ്ട്രീയ പിന്നെ കള്ളൻ ഡിസൂസ് കഴിഞ്ഞ് പിന്നെ ഉപചാരപൂർവ്വം ഗുണ്ടാചെയ്യാൻ. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തു. 2 കൊല്ലം കൊറോണ ആയിട്ട് പോയി. പിന്നെ കൊറോണ കഴിഞ്ഞപ്പോ തന്നെ പടത്തിന്റെ മൊത്തം പരിപാടികൾ മാറി, ട്യൂമർന്ന് മൊത്തം മാറി. പിന്നെ ആ ഒരു സ്റ്റേജ് അത് പിന്നെ നമ്മള് അതിനെ പറ്റിയിട്ടാണ് പടത്തിന്റെ ലെവല് മാറുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ചിലപ്പം വിളിക്കാതെ വരില്ലോ. കാരണം ഒരാളൊരു ക്യാരക്ടർ എഴുതുമ്പോൾ അത് ഇന്ന ആളെ കൊണ്ട് ചെയ്യിക്കുക, അയാൾക്ക് ആപ്റ്റാവുന്ന വിചാരിക്കുമ്പോഴാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതില്ലാത്തോണ്ടായിരിക്കും വിളിക്കാത്തതെന്നുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനിപ്പോ ഈ അടുത്ത കാലങ്ങളിലാണ് അറിഞ്ഞത്. അപ്പൊ പിന്നെ അത് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ ഞാൻ അതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് ഹരീഷ് ഒരു പ്രസ് മീറ്റ് വിളിക്കുകയോ അങ്ങനെ ഒരാളങ്ങനെ പിന്നെ ചർച്ചയ്ക്ക് പോകാതിരിക്കൽ ഹരീഷിനെ സംബന്ധിച്ചോ ആരെ സംബന്ധിച്ചോ അതല്ലേ. അപ്പം ഹരീഷ് അങ്ങനെ ചർച്ചയ്ക്ക് ഉണ്ടാക്കിയ കേസല്ല എന്റെ അഭിപ്രായത്തിൽ.
പിന്നെ അതിങ്ങ് ന്യൂസായപ്പോൾ അങ്ങ് ന്യൂസായി കയറിപ്പോയതാ, ഉം. അല്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കാമെന്നൊന്നും വിചാരിക്കുന്നില്ല. ഉം. അല്ല, അടുത്ത ഒരാളെന്ന നിലയ്ക്ക് നിർമ്മലേട്ടന് എങ്ങനെയാ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മള് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാളിനെ ഇങ്ങനൊരു വിഷയം കാരണം മാറി നിൽക്കേണ്ടി വരുന്നത് അല്ല, ഞാൻ ശരിയായിട്ട് ഇപ്പോഴും പറയുന്നത് ഹരീഷ് മാറിയുന്നതിന്റെ ടെൻഷനും ആദ്യം ഒന്നും ഹരീഷിനല്ല, ഹരീഷിന്റെ വീട്ടിലും ഇല്ല. ഹരീഷ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഇത്ര ലളിതമായി ജീവിച്ച ആളുകളാണ്. അപ്പോൾ ഹരീഷിന് ഇത്ര ലക്ഷങ്ങളോ ഇത്രയോ വരുമാനം വന്നപ്പോഴും മൂപ്പരുടെ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, ഹരീഷ് ഒന്നും ഇല്ലല്ലേ, വീട്ടിൽ ഒതുങ്ങിയിരിക്കുക? ഇല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച 20 സെന്റ് സ്ഥലം എടുത്തല്ലോ അവിടെ അപ്പുറത്തല്ലോ. ആ, ഇപ്പോഴാ അടുത്ത് അതല്ലേ, ആ കാറൊന്ന് മാറ്റി പുതിയ കാർ എടുത്ത് അതിനിടയ്ക്ക് വീടുണ്ടാക്കി. അപ്പോൾ ഒരു ഇവൻ അറിയുന്നില്ല ഇവൻ തകർന്നു പോവാണ്. അപ്പം ഇത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാന്നല്ലാണ്ട് മൂപ്പര് ലാവിഷായി ജീവിക്കുന്നുണ്ട്. 12 വാങ്ങിയ പോലെ 100 പിന്നെ മത്തി വാങ്ങുന്നുണ്ട്, കറി വെക്കുന്നുണ്ട്, അപ്പുറത്ത് കപ്പ കുഴിക്കുന്നുണ്ട്, രക്ഷപ്പെടുക, അവർ ഫാമിലി എൻജോയ് ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട അത്രയല്ലേ, നമ്മൾ സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കുക. അത് നമുക്കുണ്ടായി പിന്നെ മറ്റുള്ളവർ എന്തിനാ അങ്ങനെ ആദ്യ പിടിക്കുന്നത്? അത് ഓക്കെ ആണെങ്കിൽ വേറെ ഉള്ളവരുടെ ലൈഫില് നോക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇല്ലല്ലേ എന്ന് ചോദിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. തകർന്നടിയുന്നത് കാണാൻ ഭയങ്കര താല്പര്യം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 12 കൊല്ലം പടത്തിൽ അഭിനയിച്ചു. ഞാനത് ഒരു പൈസയും ദുരുപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു സംഭവം. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അപ്പം അതൊന്നും പിന്നെ ഇതാക്കാതെ നിന്നുകൊണ്ടിരിക്കും. ഈ സമയത്തും ടെൻഷൻ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടായി. പിന്നെ അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ സിനിമ ഇല്ലാത്ത സമയത്ത് ഞാൻ ഫുൾ ജോലി ചെയ്യും. അല്ല, പൊതുവെ നമുക്കൊരു ഇതുണ്ട്, ഇപ്പം സിനിമയിൽ അത് പുറമേ മാത്രം ചോദിക്കുന്നവർക്ക്. അപ്പൊ അവന്റെ ഭാര്യക്കും ഫാമിലിക്കും അവരും ഓക്കെയാണ്. അല്ലെങ്കിൽ കടം വന്നിട്ട് ആരോടും കടം മേടിക്കാൻ പോകുന്നില്ല, അതൊന്നുമില്ല. അവര് പുതിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അവര് ട്രിപ്പ് പോകുന്നുണ്ട്, ഫാമിലിയെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അല്ല, നമുക്ക് വേണ്ട അതല്ലേ, നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം, വേറെ ശല്യം ചെയ്യാറില്ലാണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ റിയാലിറ്റി ഷോസിലൂടെ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എളുപ്പമാണ്, പുറം ലോകത്തിനെ അറിയിക്കാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് ഇതേപോലത്തെ റിയാലിറ്റി ഷോസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ പുറത്തെ ആളുകളെ അറിയിക്കുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഷോസ് ഉണ്ട്, റിയാലിറ്റി ഷോസും ഇല്ലായിരുന്നു ഞങ്ങളുടെ സമയത്ത്. അങ്ങനെയാണ് ഞങ്ങള് ഈ 300-ന്നും 500-ന്നും ഞങ്ങൾ 5000-ത്തിലേക്ക് കടന്നത് ടിവിയിൽ വന്നതിന് ശേഷം. ഞാൻ റിയാലിറ്റി ഷോയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് കാരണം എന്റെ കല്യാണം കഴിഞ്ഞ് ഇവന്റെയും കല്യാണം കഴിഞ്ഞ് 28-30 വയസ്സിലാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതുവരെ ഞങ്ങൾ 500 രൂപയ്ക്കാണ് മിമിക്രി കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഇതിലേക്ക് 5000-ത്തിലേക്ക് മാറാൻ ഈ ചാനൽ വന്നു. ആ ചാനല് മനോരമേന്റെ കോമഡി ഫെസ്റ്റിവൽ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങൾ ഇതിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ. പിന്നെ ഈ ഒരുപാട് ഈ ചാൻസ് ചോദിച്ച് നടക്കുക. ഇപ്പൊ കുറെ ആൾക്കാർക്ക് പ്രശ്നം, ഡയറക്ടർ ഈ ചാനലിൽ നല്ല മാധ്യമം ഉള്ളതുകൊണ്ട് മറ്റേ ആളാ അവന് കുഴപ്പമില്ലാതെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളെ സ്വപ്നങ്ങളൊക്കെ. ഈ 300 രൂപയ്ക്ക് മിമിക്രി കളിക്കുമ്പോ അവൻ എങ്ങനെ ജീവിക്കും? അത് 5000 ആയപ്പോഴും ഇവർ ചോദിച്ചോണ്ടിരുന്നു, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോവുക, കോമഡി ആയിട്ട് നടക്കുക, വേറെ എന്താ പണിക്ക് പോയിക്കൂടെ? ഇതേ ആൾക്കാരെന്നെ ഇപ്പോഴും കുറ്റം പറയും. എങ്ങനെയുണ്ട്, വലിയ സിനിമ നടന്നേന്, ഇപ്പൊ സിനിമ ഇല്ല. ആ നെഗറ്റീവ് പറയേണ്ടവർ പറഞ്ഞോണ്ടിരിക്കും. അത് ഓർക്കത് മാറ്റാൻ പറ്റില്ല. ഓരോ ജീവിതം മൊത്തം നെഗറ്റീവ് പറഞ്ഞു തീരും, അത്രേ ഉള്ളൂ. അല്ല, അത് ഒരാളെ തിരുത്താൻ നമ്മൾ അതിൽ ചെവി കൊടുക്കാണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും നല്ല കാര്യം. ഞാനൊന്നും ശ്രദ്ധിക്കില്ലേ, ആരെന്ത് പറഞ്ഞാൽ ഞാൻ ആ ഭാഗ്യം ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഇവൻ ഇടയ്ക്കിനോട് വേടാ അങ്ങനെ ഒരു സംഭവം വന്നിരിക്കാൻ നോക്കിയോ, ഞാനത് നോക്കൂ. ഓക്കെ, ഞാൻ മറുപടി പരിപാടി കാര്യങ്ങളൊന്നും ഇവനാണ് പിന്നെയും മറുപടി കൊടുക്കുക. ഞാൻ പലരും വിളിച്ചിട്ടുണ്ട്, എന്തിനാ റിപ്ലൈ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, റിപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ മാത്രം തിരക്കൊന്നുമില്ലേ, എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്യാമല്ലോ. സാധാരണ മനുഷ്യരല്ല, എല്ലാവർക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ. എന്താ വിഷയം? അതാണ് വിഷയം. എന്താ കാര്യം? ഇതാണ് കാര്യം. അപ്പം പറയാലേ, നമ്മളോട് ചോദിക്കുന്നത് യന്ത്രങ്ങളല്ലല്ലോ, മനുഷ്യരല്ലേ, അവരൊക്കെ തന്നെയല്ലേ നമ്മളെ കാണുന്നത്, നമ്മൾ കൂടെ ഇരിക്കുന്നത്. സഭ്യമായ ഭാഷയിലാണെങ്കിൽ സംസാരിക്കും, സഹിക്കാൻ പറ്റാത്താണെങ്കിൽ റിപ്ലൈ ചെയ്യില്ല, ബ്ലോക്ക് ആക്കിയിട്ടേക്കും. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഫേമസ് ആയിട്ടുള്ളൊരു നമ്മുടെ മറ്റേ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മള് നാളെയും കാണണ്ടേ, അങ്ങനെ ഒരു ഇത്, അതിന്റെ എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാം. കാരണം
ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അത് എല്ലാവരിലേക്കും റൊട്ടേറ്റ്. ഇനിയിപ്പോ ഈ ഇലക്ഷൻ വരാൻ പോകണം ഇനിയിപ്പോ അത് ഇലക്ഷൻ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എല്ലാ സമയത്തും ആ പ്രതിഷേധ കേരളപ്പിറവി വന്നപ്പോ കണാരന്റെ അങ്ങനെ അവസാനം ഞാൻ മഴ എടുത്ത അത് ഓരോ സാധനം വരുമ്പോ എന്തെങ്കിലും തള്ളല് വന്നാൽ അപ്പൊ ഇന്ന ഒരു സാധനം വരും തള്ളല. ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം വരും. എന്റെ അമ്മ ഇട്ടൊരു വെള്ളയപ്പം അല്ല, അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഭാഗ്യം എന്താന്ന് വെച്ചാല് 2012-13 ഞങ്ങൾ ഈ ഐറ്റം കളിക്കുന്നത്. ഇപ്പൊ 2025 പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം പഴയ ഹിറ്റ് സിനിമകളൊക്കെ നമ്മളിപ്പം കാണൂലേ, അത്ര വർഷം. പക്ഷെ 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് മങ്ങിപ്പോകാണ്ട് അന്ന് ജനിക്കാത്ത കുട്ടികൾ പോലും ഇന്ന് അത് കണ്ടിട്ട് ബാബേട്ട എന്ന് വിളിക്കുമ്പോഴുള്ള സന്തോഷം അവരന്ന് ആ സാധനം കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ കാണുമ്പോൾ അത് ഇത്ര കൊല്ലാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിലെ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നത്. ഇപ്പം ഹരീഷേട്ടന്റെ ആണെങ്കിൽ നമ്മുടെ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഓരോ വേർഡ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ്, കൗതുക ലേശം കൂടുതൽ. അതിപ്പോഴും ഭയങ്കരമായിട്ട് എപ്പോഴും നമ്മൾ തന്നെ അറിയാതെ ചേട്ടന്റെ അടുത്ത് ചേട്ടൻ ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചേട്ടന്റെ ഡയലോഗ് ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ പറയുന്നത്, ചേട്ടന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ചേട്ടന്റെ ഡയലോഗാന്ന് അറിയാം. ഇവനാ കാണില്ല, ഞാനാ ചിലപ്പോ ചില സാധനങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പം പറഞ്ഞു ബസിന്റെ ബാക്കില് കൗതുകം ലേശം കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ സിനിമയുടെ പേര് മധുരക്കണക്ക്. അപ്പൊ നിങ്ങളിപ്പം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഒരു മധുര പ്രതികാരം പോലെ വന്ന ഒരു മൂമെന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ എന്തെങ്കിലും കാര്യത്തില് ചെയ്തിട്ടുള്ള? പ്രതികാരം ചെയ്തിട്ടില്ലേ? പ്രതികാരം എന്ന് പറയുമ്പോ നമ്മള് ഇത് തുടങ്ങിയ സമയത്ത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വലിയ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തൊരു കാര്യം, ഞങ്ങൾ സാധാരണ ജീവിക്കുന്ന ആൾ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഏട്ടൻ മറ്റുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താ പഠിത്തല്ലെങ്കിൽ പണിക്ക് പോയി കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ട ഒരാളാണ് ഇത്, ഇപ്പോഴും സ്റ്റേജ് അനുസരിച്ച് നടക്കുക. അപ്പോൾ അതിന് ആരെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടെങ്കിലോ എൻ്റെ വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ ഓരോടും എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ മോനാണെങ്കിലും പണി കൊടുക്കുകയാണെങ്കിൽ മിമിക്രി കളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചതാവും ഞാൻ പറയും. ഇതെങ്ങനെയൊക്കെ വന്ന ആളാണെങ്കിൽ പോലും ഞാൻ വലുതായി കുറച്ച് 2 പടമൊക്കെ കിട്ടിയിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ട് ചോദിക്കും ഒരിക്കലും ഞാൻ തയ്യാറല്ല. കാര്യം അവർ സ്വാഭാവികമായിട്ട് ചോദിക്കും. ഇത് എനിക്ക് ദൈവമായിട്ട് ഇങ്ങനെ നമ്മളോട് എത്തിച്ചില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടിയിരുന്നു. അപ്പൊ ആരോട് വൈരാഗ്യോ നമുക്ക് അവരോട് പ്രതികാരം ചെയ്യാന്നോ ഒന്നുമില്ല. അത് കാലഘട്ടങ്ങളായി ചോദിച്ചോണ്ടിരിക്കും. പഠിത്തം കഴിഞ്ഞാൽ കല്യാണം കഴിക്കില്ല ചോദിക്കും, ജോലി കഴിഞ്ഞാൽ കല്യാണം കഴിക്കില്ല ചോദിക്കും, കല്യാണം കഴിഞ്ഞാൽ എന്താ കുട്ടികളാവാത്ത ചോദിക്കും. ഇതൊന്നും പ്രതികാരം നമ്മളെന്തിനാ ഒരുപാട് ശത്രുക്കൾ ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്ക് വേണ്ടി ചോദിച്ച ആൾക്കാരല്ലേ, നമ്മൾ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ എടാ എന്താ പണിക്ക് പോയിക്കോന്ന് പറയുന്നത്, അല്ലാണ്ട് നീ പണി ഒഴിവാക്കുന്നത് പറയുന്നില്ലല്ലോ. അല്ല, ഞാനേ ടോവിനോ ചേട്ടന് മുമ്പൊരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇതുപോലെ ഒരു ചിരി ലാസ്റ്റ് നമ്മളിങ്ങനെ കുത്തി പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് നമുക്കൊന്ന് ചിരിച്ചു നിൽക്കാൻ പറ്റിയാൽ തന്നെ അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഹരീഷേട്ടൻ എന്തോ ഉണ്ടാക്കുന്നത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ്? കല്യാണം അതൊരു കാരണം ഇവനെങ്ങനെ ഇവളെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ നോക്കും, ഇങ്ങനെ മിമിക്രിയും പെയിന്റിങ്ങും ഒക്കെ നടക്കണേ പിന്നെ എങ്ങനെ ഞങ്ങളെ കൊണ്ട് കല്യാണം കഴിച്ച് നോക്കും എന്നുള്ളൊരു സംഭവമല്ലേ. ഇവിടെ മുന്നിൽ ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിച്ച് കുഴപ്പമില്ലാത്തൊരു വീട് വെച്ച് 2 കാറ് വാങ്ങി, അതൊക്കെ നമുക്കൊരു സുഖമുള്ളൊരു സംഭവമാണ് ഇവിടെ മുന്നിൽ. കാരണം അവരൊക്കെ കാറ് വാങ്ങുന്നതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായി. ഇത് അവരുടെ മുമ്പിൽ നിന്നല്ല, നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കേട്ടുന്ന കേസല്ലേ. പിന്നെ നമുക്ക് നാട്ടിലൊക്കെ നല്ല ചെറുപ്പത്തിലെ മിമിക്രി കളിക്കുമ്പോൾ സുഹൃത്തുക്കളൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരും. പിന്നെ ആരുടെ പ്രതികാരം കാണിക്കും ഞാൻ വന്നില്ലേ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അവരൊക്കെ തന്നെയല്ലേ സപ്പോർട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. കാരണം ഞാന് മിമിക്രി അവതരിപ്പിക്കും, പിന്നെ കാരണം ഞാൻ വേറെ മത്സരങ്ങൾ സ്കൂളിൽ മത്സരത്തില്ല, ഒന്നുമില്ല. ആ സമയത്ത് പിന്നെ അങ്ങനെ നാട്ടിൽ ചെറിയൊരു സ്റ്റേജിൽ ഒരു ബാലജനസഖ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് മൈക്ക് ഉച്ചയ്ക്ക് ഒരു മൈക്ക് കിട്ടിയ സമയത്ത് ഇങ്ങനെ 1-2 നടന്മാരെടുത്തപ്പോൾ അന്ന് വൈകുന്നേരം അതിൻ്റെ ഒരു സമാപനത്തിന്റെ ഇതിൽ ഹരീഷിന്റെ, അന്ന് എൻ്റെ വീടിന്റെ പേര് വേട്ടൻകാവ്, ഹരീഷ് വേട്ടൻകാവ് നിർത്തിയത് മിമിക്രി എന്ന് പറഞ്ഞിട്ട് അന്ന് നാട്ടിലേക്ക് സ്റ്റേജ് വന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ആ സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ഓസ്കാർ കോട്ടായത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ക്ലബ്ബുണ്ട്. ഇവരെല്ലാവരും നിർബന്ധിച്ച് എന്തായാലും കേരളോത്സവത്തിൽ പങ്കെടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പഞ്ചായത്ത് കേരളോത്സവത്തിൽ പങ്കെടുത്തു. അന്ന് ഫസ്റ്റ് കിട്ടി.
സബ് ജില്ലയിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ സീറ്റ് പോയി എറണാകുളത്താണ് മത്സരം. എറണാകുളത്തേക്ക് വരാൻ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോയി എറണാകുളം അതുവരെ പോയില്ല, ഞങ്ങൾ വരും കൂടെ. അപ്പൊ ആ ക്ലബ്ബുകാരാണ് ഇന്നിവിടെ എറണാകുളത്ത് കൊണ്ടുവന്ന് ഇവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ അന്നത് ഒരു പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ എടുത്ത് ഞാനത് മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോഴാണ് ഫസ്റ്റ് കിട്ടിയപ്പോഴാണ് അപ്പൊ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് 1-2 സ്ഥലത്ത് സ്വീകരണം കുറച്ച് പ്രോഗ്രാംസ് വന്നത്. അപ്പൊ നാട്ടുകാരെപ്പോഴും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും മധുരക്കണക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്തായിരിക്കും ആക്ച്വലി ഇത് ഈ ഒരു മൂവി കൊണ്ട് ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മെസ്സേജ് ഓറിയന്റഡ് ഒരു മൂവിയാണോ? മെസ്സേജ് ഓറിയന്റഡ് എന്ന് പറയാം. ഒരു മനുഷ്യന്റെ ലൈഫിൽ അദ്ദേഹം ഒരു നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കില്ല അദ്ദേഹത്തിന് ഹെൽപ്പായിട്ട് എത്തുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളും അദ്ദേഹത്തിന് ഹെൽപ്പ്. നമ്മളൊരാളെ അവൻ രക്ഷപ്പെടുത്തും, അവൻ്റെ കൂടെ നിന്നാൽ നമുക്ക് ചിലപ്പോൾ ആളായിരിക്കില്ല നമ്മളെ കൂടെ നമ്മളെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മെസ്സേജും പരിപാടികളൊക്കെ ഉള്ള ഒരു എന്തായാലും ഫാമിലി ആയിട്ട് ഓഡിയൻസിന് ധൈര്യമായിട്ടിരുന്ന് കാണാവുന്ന നല്ല രസകരമായുള്ള ഒരു കുഞ്ഞു വലിയ താരങ്ങളില്ലാത്ത ഒരു കുഞ്ഞു സിനിമ, ഗ്യാരണ്ടി ഉള്ള ഒരു സിനിമ, ധൈര്യമായിട്ടിരുന്ന് കാണാം. ഓക്കെ. അപ്പൊ December 4th മൂവി റിലീസ് ചെയ്യുന്നത്. ഹരീഷേട്ടന്റെ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ പോവാണല്ലേ? എന്ത് തോന്നുന്നു? എന്താണ് പ്രതീക്ഷകൾ? അല്ല, പ്രതീക്ഷയല്ല, എന്ത് പ്രതീക്ഷിച്ചാലും ഓഡിയൻസ് ആണ് നമുക്ക് ഇതിന്റെ മറുപടി തരണ്ടേ. അത്രയേ ഉള്ളൂ. കാരണം അവരാണ് ഇത് തീരുമാനിക്കുന്നത് എന്താണ്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അവിടെ നിന്ന് ആ സ്ക്രീനിൽ നിങ്ങളെ കണ്ട ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ബിഗ് സ്ക്രീനിൽ നിങ്ങളെ ഫസ്റ്റ് കണ്ട ഒരു മൊമെന്റ്, അതെങ്ങനെ ഉണ്ടായിരുന്നു? പണ്ട് ക്ലാസ്സിൽ കട്ട് ചെയ്ത് പോയിട്ട് സിനിമകൾ കാണുന്ന ആൾക്കാര് നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ച് എത്തിയ ഒരു സ്റ്റേജ്, അതെങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പെട്ടെന്നൊരു സിനിമയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ മിനി സ്ക്രീനിലൂടെ വന്ന് അതിനുള്ള അപ്രിസിയേഷനെല്ലാം കിട്ടി, മൊത്തം ആളുകൾ കണ്ടു, ആ ഒരു സന്തോഷമൊക്കെ അനുഭവിച്ച് തുടങ്ങി. ഇത് പെട്ടെന്ന് വരുമ്പോൾ അയ്യോ എല്ലാ സിനിമയിലെന്ന് പറയില്ല. അപ്പം ഞങ്ങളിപ്പോൾ കോമഡി ഫെസ്റ്റിവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ കോഴിക്കോട് മിഠായിത്തെരുവിലെ കോയങ്കോ ബസാറിലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവരൊക്കെ 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ കൂട്ടി ഇന്ന് ബിഫോറിൻ്റെ ഷോകളിലാണ് നേരത്തെ പോകുന്നത്. അതൊക്കെ അവിടെ തൊട്ട് ഞങ്ങൾ മനസ്സിൽ ഭയങ്കര ഹാപ്പി. ഞങ്ങൾക്കുള്ള സന്തോഷം ചെറുതായി തന്നുകൊണ്ടാണ് ഇത് ഫീൽ ചെയ്തത് സിനിമ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് സാധനം തരില്ല. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് അടുത്ത് ഞങ്ങൾ കയറാൻ പോവാണല്ലോ എന്ന് അറിഞ്ഞ് അങ്ങനെയാണ് വലിയ സീനുകൾ. അപ്പം പെട്ടെന്ന് ലോട്ടറി അടിച്ച പോലെ അല്ലല്ലോ ഞങ്ങൾ ഇത്ര സ്റ്റാൻഡിൽ കയറി തെണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് വന്ന് ചെറുതായി കിട്ടി ആളുകൾ അംഗീകരിച്ച്, നാട്ടുകാർ അംഗീകരിച്ച്, വീട്ടുകാർ അംഗീകരിച്ച്, അപ്പോഴാ സിനിമ. അപ്പം പെട്ടെന്നൊരു ദിവസം വരികയാണെങ്കിൽ ഒരു ഞെട്ടലായി പോകരുത്. സത്യസന്ധമായിട്ട് അതാണ്, അല്ലാണ്ട് സിനിമയിൽ വന്ന് സന്തോഷത്തിലായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ബിഗ് സ്ക്രീനിൽ സ്വന്തം നമ്മളെ കാണുന്ന മൊമെന്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഭയങ്കര സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരുപാട് ഷോ നമ്മൾ എല്ലാവരും ഫാമിലി ആയിട്ട് നമ്മൾ പോയി കാണുന്നു. പിന്നെ എന്റെ ഫസ്റ്റ് സിനിമ കാണുമ്പോൾ എന്റെ മോൻ 6 മാസമാണ്. എൻ്റെ മോൻ ജനിച്ചിട്ട് അവൻ ജനിച്ചിട്ട് ഞാൻ തിയേറ്ററിൻ്റെ പുറത്ത് ഇങ്ങനെ എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ മോൻ ജനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് കോള് സിനിമയിൽ ഇങ്ങോട്ട് കോള് വരുന്നത്. ഫക്രുസാറിൻ്റെ കുട്ടിയും കോലും പടത്തിലേക്ക് സെലക്ട് ചെയ്ത് തന്നിട്ട് ആ കോമഡി ഫെസ്റ്റിവലിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മോൻ വന്നിട്ട് കുറച്ച് സമയത്തിനുള്ളിലാണ് എനിക്ക് ഈ കോള് വരുന്നത്. അത് വലിയൊരു ചില ആളുകളുടെ വരവ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഓക്കെ. അപ്പൊ എന്തായാലും മധുരക്കണക്ക് December 4th പ്രേക്ഷകരിലേക്ക് എത്താണ്. ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾ രണ്ടുപേർക്കും. ഇപ്പം ഹരീഷേട്ടാ, ഇനി വീണ്ടും പഴയ പോലെ നമുക്ക് സിനിമയിൽ തന്നെ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.